ഹലോ ഗൈസ്, ഒരുപാട് നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് ഇത്. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സ്ക്രൂകളും നെട്ടും ബോൾട്ടും ഒക്കെ നമുക്ക് ഇത് വെച്ച് അഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോർവേഡ് റിവേഴ്സ് ഡയറക്ഷനിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. അതിലും ഉപരി വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ടോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പവർ കൂട്ടി കൊടുക്കാൻ പറ്റും. പല സ്റ്റേജായിട്ട് ഇതുപോലെ മാക്സിമം ടോർക്കായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പവറിൽ എത്ര അഴിയാത്ത സ്ക്രൂവും നമുക്ക് അഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവും. പിന്നെ 40 സെറ്റോളം ഇതുപോലത്തെ ആക്സസറീസ് വരുന്നുണ്ട്. അതായത് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ കിറ്റുകൾ പ്ലസ് മൈനസ് അങ്ങനെ പല രീതിയിൽ 40 എണ്ണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ മാഗ്നറ്റിക് ഒരു മൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് സ്ക്രൂവും കൂടെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ സ്ക്രൂ ഇതാണ് അതിൻ്റെ സ്ക്രൂ. നമുക്ക് പല രീതിയിലും ഇത് മിസ്സായി അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സി ടൈപ്പ് ചാർജിങ് കേബിളും വരുന്നുണ്ട്. ഇതൊരു ബോക്സിലാണ് വരുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ തന്നെ വളരെ കമ്പാറ്റബിൾ ആണ്. നൈസായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു സെറ്റ് സാധനമാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. സ്ലിപ്പാകാതെ നോക്കണം. സ്ലിപ്പായി കഴിഞ്ഞാൽ സ്ക്രൂവിൻ്റെ ആ ഒരു ഹെഡ് പോയി കിട്ടും. അപ്പോൾ നല്ല ഹെവി ടോർക്ക് വരുന്ന സ്ഥലത്തൊക്കെ അത്രയും ടോർക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ സ്ക്രൂവിനൊക്കെ ചെറിയ ടോർക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ടോർക്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നൊരു സ്വിച്ച് ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ സി പോർട്ട് വെച്ച് നമുക്ക് എവിടെയും ചാർജ് ചെയ്യാം. അടിപൊളി ഹെവിയാണ്. ഈ ക്യാമറയുടെയൊക്കെ ബോഡി വരുന്ന പോലെ നല്ല റിജിഡ് ആയിട്ടുള്ള ബോഡിയാണ്. താഴെ വീണൊന്നും പൊട്ടത്തില്ല.